ഹലോ കുട്ടീസ്, രാവിലെ തണുപ്പൊക്കെ ആണ്ട് എണ്ണീക്കാനേ തോന്നത്തില്ലായേ. പക്ഷെ കുറച്ച് നേരം കൂടെ കിടക്കാമെന്ന് വിചാരിച്ചാൽ നമ്മുടെ സഹായം നമുക്ക് അനുകൂലമല്ലല്ലോ. നേരത്തെ ഉണ്ടെങ്കിലേ നമുക്ക് നേരത്തെ മാമുണ്ടാൻ പറ്റത്തുള്ളേ. അങ്ങനെ ഞാൻ ജസ്റ്റ് ഫ്രഷൊക്കെ ആയിട്ട് ഇതേ നേരെ അടുക്കളയിലോട്ടാട്ടോ ചെന്നത്. അപ്പോൾ ഇന്നലെ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് കട്ട് ചെയ്യാണ്ട് ടൈമൊന്നും കിട്ടിയില്ല. അങ്ങനെ ഞാൻ ഫ്രീസറിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തണുപ്പ് മാറാനായിട്ട് വെച്ച് അത് കഴിഞ്ഞ് ചായ ഇടാൻ കയറി കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ചായ എപ്പോഴും ഇടുന്നത് ഇങ്ങനെ അളന്നാട്ടോ, പാല് പ്ലസ് ഇങ്ങനെ കപ്പിനകത്ത് പാല് പാതി എടുത്ത് പാതി വെള്ളമൊക്കെ എടുത്തിട്ടാട്ടോ കിട്ടുന്നത്. ഇന്നെങ്കിൽ എനിക്ക് കറക്റ്റ് എമൗണ്ട് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ കുറഞ്ഞും കൂടിയൊക്കെ ഇരിക്കുകയെ. പക്ഷെ എൻ്റെ അമ്മയൊക്കെ ആണെങ്കിൽ കറക്റ്റായിട്ടോ ഇടുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രി ഭയങ്കര ചുമയായതുകൊണ്ട് ഭയങ്കര ക്ഷീണമുണ്ട്, ഞാൻ ഉറങ്ങിയതേ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ചായയൊക്കെ ഇട്ട് ഞാനിങ്ങ് മുറ്റത്തോട്ട് ഇറങ്ങി. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഇങ്ങനെ ഭക്തിഗാനമൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര ഫീലാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്നലത്തെ സാമ്പാർ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് ചൂടാക്കാൻ വെച്ച് എന്നിട്ട് കയ്യോടെ ഞാൻ പാത്രമൊക്കെ കഴുകി വെച്ചു കേട്ടോ. അല്ലെങ്കിൽ ഈ ചായയുടെ കറ ഞാൻ തൊട്ടിപ്പിടിച്ചിരിക്കുവേ, അത് ഭയങ്കര പാടായിരിക്കുവേ. നമുക്ക് തോരൻ വെക്കാം ഗൈസ്. അപ്പോൾ ഇന്ന് മുട്ടക്രോസും ക്യാരറ്റും ഇട്ടൊരു തോരൻ വെക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ എനിക്ക് ഈ കുക്കിങ്ങിൻ്റെ ABCD അറിയത്തില്ലായിരുന്നു. ഞാൻ യൂട്യൂബ് നോക്കിയിട്ടാണ് എന്തെങ്കിലുമൊക്കെ പഠിച്ചത്. ഞാൻ ബുക്കിനകത്തൊക്കെ എഴുതി വെച്ചിട്ടാണ് കേട്ടോ പാചകം പഠിച്ചത്. ഈ ഒരു ചോപ്പർ കോംബോ ആയിട്ട് വാങ്ങിയുണ്ട്. പക്ഷേ ഭയങ്കര ഈസിയാണ്, പക്ഷെ നമ്മുടെ കൈ പെട്ടെന്ന് കഴിച്ചോടിയേ. പിന്നെ ഈ രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യാൻ വെച്ചോട്ടോ ഞാൻ. ഇനി എന്താ ആലോചിക്കുന്നത്, എൻ്റെ നെക്സ്റ്റ് ടാസ്ക്കാണ് ഗൈസ് ഈ തേങ്ങാ പൊട്ടിക്കൽ. എനിക്കൊരിക്കലും ശരിയാവാത്തൊരു കാര്യമാണ് ഈ തേങ്ങാ പൊട്ടിക്കൽ. ഒന്ന് വലുതാണെങ്കിൽ ഒന്ന് ചെറുതായിരിക്കും. ഫൈനലി സക്സസ് ഗൈസ്. അങ്ങനെ തേങ്ങയൊക്കെ തിരുമ്മിയെടുത്ത് കേട്ടോ. ഈ ഞാൻ പണ്ടൊക്കെ കടുകൊക്കെ പൊട്ടിക്കുമ്പോൾ അതിൻ്റെ എഴുത്ത് പോലും നിൽക്കത്തില്ല. ഇപ്പം അതായത് ദേഹത്തും മുഖത്തും ഒക്കെ തെറിച്ചൊക്കെ വീഴാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അതൊക്കെ നടച്ച് വെച്ചപ്പോഴത്തേക്ക് നമ്മുടെ മീൻ ഇവിടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ പിന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് ഇനി ഈ മീനിൻ്റെ പിന്നെ ഒരു സ്റ്റോർ ഉണ്ട്. എനിക്ക് മീൻ ഫ്രീ ആയിട്ട് കിട്ടുകയാണ് ഗൈസ്. ഇന്നലെ കടയിൽ പോയപ്പോൾ ഫ്രീ ആയിട്ട് തന്നെയാണ് ഈ മീൻ. മത്തി വാങ്ങിയപ്പോൾ ഫ്രീ ആയിട്ട് മങ്കട എന്ന് പറഞ്ഞ മീനാണ് കേട്ടോ ഇത്. അങ്ങനെ അത് 2 ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ ഫ്രൈ ചെയ്യാണ്ട് വെച്ച്. എനിക്ക് തൂക്കുന്ന കാണുമ്പോൾ ഓർമ്മ വരുന്നത് എന്താ വെച്ചാൽ, പണ്ട് ഞാൻ തൂക്കുമ്പോഴേ ഞാൻ അടുക്കള തൂക്കത്തില്ലായിരുന്നു, ഹാള് വരെ തൂത്ത് വെക്കുമായിരുന്നു. അടുക്കള തൂത്താൽ തന്നെ ഞാൻ കതകിൻ്റെ മൂട്ടിൽ ഇങ്ങനെ കൂട്ടി വെക്കുവേ. പിന്നെ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കുറച്ച് തുണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കഴുകാനായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പാക്കിങ്ങിലോട്ട് കടന്നേ. ഇത്രയും കറിയൊക്കെ വെക്കുന്നത് ലാബിൽ നമ്മളെല്ലാവരും ഷെയർ ചെയ്താട്ടോ കഴിക്കുന്നത്. ഷെയറിങ് ഈസ് കെയറിങ് എന്നാണല്ലോ. പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു കേട്ടോ, അതിന് ഇന്നലെ വാങ്ങിയതാണ്. ഭയങ്കര രീതിയായിട്ട് ഞാൻ കഴിച്ചില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ കറി എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ വെച്ചിട്ട് ഒരുങ്ങാണ്ട് കയറി. അപ്പോഴത്തേക്ക് തന്നെ ടൈം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് അവിടെ ഇവിടെയൊക്കെ ഒരുങ്ങി വെച്ച് ബാക്കി അവിടെ പോയി ഒരുങ്ങാന്നൊക്കെ വെച്ചിട്ട് കഴിഞ്ഞു കേട്ടോ. എൻ്റെ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. ടാറ്റാ.